ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 അധ്യായത്തിൻ്റെ 10 വാക്യം. അതിലെ ഒരു സെന്റൻസ് മാത്രം. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരുപാട് വട്ടം ചിലർക്കെല്ലാം ഇത് മനപ്പാടായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം, അല്ലേ? ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ പറയാണ്, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷം. അതായത് യഹോവയെ ആരൊക്കെ അന്വേഷിക്കുന്നവരോ അവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. യഹോവയെ അന്വേഷിക്കുക എന്ന് പറയുന്നത് എൻ്റെയും നിൻ്റെയും ഒരു ഡെയിലി റുട്ടീൻ, അല്ലെങ്കിൽ നമ്മളത് കൃത്യമായി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. യഹോവയെ അന്വേഷിക്കണം. ദൈവവചനം പറയാണ്, ബുദ്ധിമാന്മാരുണ്ടോ എന്നല്ല, ദൈവസ്വർഗത്തിന് നോക്കുവാണ്. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ട്. കാരണം കർത്താവിനെ അന്വേഷിക്കുന്ന പൈതങ്ങളെ തേടിയാണ് ദൈവം നമ്മളെ, അവിടെ നിന്ന് ദൈവം വീക്ഷിക്കുകയാണ്. ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? അപ്പം ഇവിടെ പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ആമേൻ, സ്തോത്രം. ചുമ്മാ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണോ കർത്താവിനെ അന്വേഷിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമാണോ യേശുവിനെ നമ്മൾ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. അവർക്കാണോ ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണോ യേശു ഇവിടെ പറയുന്നത്? നമുക്ക് അല്പനേരത്തേക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് അന്വേഷിക്കുക? ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? ആമേൻ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഒരു പേന, അല്ലെങ്കിൽ നിസ്സാര വിലയുള്ളൊരു പേന നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് പോട്ടെ അല്ലേ, വേറെ പേന വാങ്ങാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലേ? കുറച്ച് നേരം തപ്പുമായിരിക്കും, അന്വേഷിക്കുമായിരിക്കും, പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടും. എങ്കിൽ ചില സർട്ടിഫിക്കറ്റ്സുകളോ അല്ലെങ്കിൽ ചില പൈസ ഒന്നും വേണ്ട, അല്ലേ? ഒരു 500 രൂപ എങ്കിലും നമ്മൾ വെച്ചെടുത്ത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ആ വീട് മുഴുവൻ, ആ പരിസരവും എല്ലായിടും നമ്മൾ വെക്കാത്ത പഴയ പെട്ടികളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? തുറന്നത് അന്വേഷിക്കും. കാരണം എന്താ? അത് നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈവൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തപ്പാത്ത ഒരിടമില്ല, നമ്മൾ മുഴുവനും അരിച്ചു പെറുക്കാന്നൊക്കെ പറയും, അല്ലേ? ദൈവനാമം മഹത്വം എടുക്കട്ടെ. അപ്പം ഫുൾ ടൈം നമ്മൾ അതിനെന്ത് ചെയ്യും? അതാണ് അന്വേഷിക്കുക. കാരണം നമുക്കത് ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ തന്നെ സങ്കല്പിച്ച്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാക്കി മാത്രം നമ്മൾ വെക്കില്ല. യഹോവയെ അന്വേഷിക്കുക. അതായത് ദൈവം 46 സങ്കീർത്തനം പറയാണ്, ദൈവം രാവിലെ തന്നെ അതിനെ സഹായിക്കുക. അതായത് ക്രിസ്തു തയ്യാറാണ്. ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി 46 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുക? ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുമെന്ന്, അല്ലേ? ഇവിടെ വചനം പറയണം, ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങി പോയില്ല. ദൈവം അധികാലത്ത് തന്നെ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ, അല്ല, ഒരു ദിവസത്തിൻ്റെ ആദ്യം തൊട്ടേ ക്രിസ്തുവിനെ നമ്മൾ അന്വേഷിക്കുന്ന പൈതങ്ങളായിരിക്കണം. അല്ലാതെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല യഹോവയെ അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു ഭക്തൻ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നത് ദൈവത്തിലായിരിക്കണം, അവനെ അന്വേഷിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സദൃശവാക്യം 8 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അപ്പം നമ്മൾ വെറുതെ വായിച്ചു യഹോവയെ അന്വേഷിക്കുക, എനിക്ക് ഇന്നോട്ടൊരു നന്മയ്ക്കും കുറവില്ല, അങ്ങനെയല്ല. ദൈവവചനം പറയണം, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുക. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ ദൈവ നന്മകളെയും ദൈവവാഗ്ദത്തങ്ങളെയും പരിശുദ്ധാത്മാവിനെയും ദൈവവചനങ്ങളെയും കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ആണ് അത് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രയോജനകരമായി മാറുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷിക്കണം ഹൃദയമായിട്ട്. ഒരു വിലപിടിപ്പുള്ളൊരു സാധനം നഷ്ടപ്പെട്ട് നമ്മൾ എത്രമാത്രം ടെൻഷൻ അടിച്ച് നമ്മൾ അതിനെ അന്വേഷിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ ഡെയിലി ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയുടെ ഇതിൽ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ
അല്ല അവിടെയല്ല, അവൻ്റെ ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ വിഷമങ്ങളുണ്ടായിരിക്കാം. ആ ഒരു ഫീലിംഗ് ദൈവത്തോട് നിങ്ങൾക്കുണ്ടോ? ഹാലലൂയ. എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഹാലലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ആ ശബ്ദം ഒരു ദിവസം കേട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ, ഒരപ്പനോട് പറയുന്ന പോലെ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഒരു വിഷമം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ആമേൻ. സ്തോത്രം. അത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഹാലലൂയ. സ്തോത്രം. നമ്മളൊരു അതിഥിയെ പോലെയല്ല, അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ്. ഹാലലൂയ. സ്തോത്രം. അവൻ നമ്മുടെ ഒപ്പം നടപ്പാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ചെറുതും വലുതും എല്ലാ കാര്യങ്ങളിലും ദൈവസാന്നിധ്യം തരുവാൻ യഹോവ ബലവാനാണ്, അവൻ ശക്തനാണ്, അവൻ അതിനെയാണ് ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. സ്തോത്രം. അല്ലാതെ കർത്താവിനെ വേണ്ടപ്പോൾ മാത്രമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലേ? അവനെ അന്വേഷിപ്പിനെന്ന് നിങ്ങൾ കണ്ടെത്തും. ദൈവ നന്മകളെ, തിരുവചനങ്ങളുടെ വാതിലുകളെല്ലാം ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? തുറന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അവനെ അന്വേഷിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറിപ്പ്. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹാലലൂയ. സ്തോത്രം. അവൻ്റെ വചനങ്ങളെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ധ്യാനിക്കണം, സമയങ്ങളെ വേർതിരിക്കണം. ഹാലലൂയ. പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള വാതിലുകളെല്ലാം കർത്താവിൻ്റെ വചനം പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. ഹാലലൂയ. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പകരണം. ഒരു ആത്മാർത്ഥത. ആർക്കാണ്ടോ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നു, അല്ല പ്രാർത്ഥിക്കണം എന്നൊരു ന്യായപ്രമാണം അനുസരിക്കുന്ന അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ അന്വേഷിച്ച ദൈവത്തെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുക. ഹാലലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് എൻ്റെ ഈ കാര്യം നടക്കണം അങ്ങനെയാണോ നമ്മൾ ദൈവത്തെ നിങ്ങളുടെ മനോഭാവം, നമ്മുടെ ആ മനോഭാവത്തിനൊരു മാനസാന്തരം വരട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ മാനസാന്തരപ്പെടട്ടെ. ഹാലലൂയ. സ്തോത്രം. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടിനെ അന്വേഷിക്കണം. ദിവസവും പ്രതി ദൈവത്തിൻ്റെ വചനം ദിവസം പ്രതി തന്നെ പടിവാദിക്ക ജാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഹാലലൂയ. സ്തോത്രം. യഹോവയെ ജാഗ്രതയോടെ അന്വേഷിക്കണം. ആമേൻ. സ്തോത്രം. നമുക്കൊരു ആദ്യ സ്നേഹം, അല്ലേ? ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടുമുള്ള ഒരു ആദ്യ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ഇപ്പോൾ ദൈവം പലരുടെയും ജീവിതത്തിൽ എവിടെയോ ഇരിക്കുവാണ്. ഹാലലൂയ. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ഹാലലൂയ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ ഈ നാളുകളിലും ദൈവം നമ്മളെ അന്വേഷിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഇരിക്കുന്നത്, അല്ലേ? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഈ ലോകത്ത് വന്നുവെങ്കിൽ ദൈവത്തെ നമ്മളും അന്വേഷിക്കണം. ഹാലലൂയ. സ്തോത്രം. അതിനെ അന്വേഷിച്ച് ചെല്ലേണ്ടതിന് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവവചനം പറയാണ്, അത് ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഹാലലൂയ. സ്തോത്രം. ദൈവം നമ്മളിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. കാരണം കർത്താവിൻ്റെ വചനം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ഹാലലൂയ. അതുകൊണ്ട് നമ്മളും വിശുദ്ധരായി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അവനെ അന്വേഷിക്കുന്ന ഒരു മകനാക്കി. ഹാലലൂയ. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പൈതങ്ങളാക്കി. ദൈവത്തിൻ്റെ വചനം 40 നമുക്ക് സങ്കീർത്തനം അതും കൂടെ ഒന്ന് ധ്യാനിക്കാം. ഹാലലൂയ. സ്തോത്രം. സങ്കീർത്തനങ്ങളും 40-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു 41-ാം അധ്യായത്തിൽ 42-ാം അധ്യായം 41-ലും പറയുന്നുണ്ടെങ്കിലും 42-ാം അധ്യായം, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ എന്താണ്? കാംക്ഷിക്കുവാണ്. ഹാലലൂയ. സ്തോത്രം. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എപ്പോൾ ഞാൻ ദൈവസന്നിധി ചെല്ലുവാൻ എത്തും എന്നാണ് ഭക്തൻ പറഞ്ഞത്. നമ്മൾ പറയോ ഇനിയിപ്പോൾ വരുന്നത് ഞായറാഴ്ചയാണല്ലോ, ഇനി പ്രാർത്ഥനയ്ക്ക് പോകണമല്ലോ, അല്ലെ പോയില്ല പാസ്റ്റർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പ്രാർത്ഥിക്കും, ഞാൻ കൈകൊട്ടിയിൽ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള നിരൂപണങ്ങൾ, പൈശാചികമായിട്ടുള്ള ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് ഇവരാരും എന്നെ ശ്രദ്ധിച്ചാലും കണ്ടാലും കണ്ടില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ അളക്കുന്നൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നെന്നുള്ളൊരു ദാഹം നിങ്ങളുടെ ജീവിതത്തിൽ വരണം. അവനെ അന്വേഷിക്കേണ്ടതിനൊരു ഹൃദയം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അതെൻ്റെയും നിൻ്റെയും തെറ്റല്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനോവേദനകൾ ചിലപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യുന്നു? ദൈവത്തോട്
പറ്റുന്നുണ്ടായിരിക്കാം, വെറുപെറുപ്പ് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുക, അല്ല മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം മത്തായിയിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ഇന്നത്തെ തലമുറ പലതിനെ അന്വേഷിച്ചു പോകുമ്പോൾ അതിനെല്ലാം അവസാന മരണ വഴികളാണ്. പക്ഷെ നമ്മൾ ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. സത്യദൈവമായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ദൈവം പറയണമെങ്കിൽ അന്വേഷിക്കേണ്ട രീതിയിൽ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവനെ കാണാതെ പോയിരിക്കുവല്ല നമ്മൾ അന്വേഷിക്കുക. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവകൃപയ്ക്ക് വേണ്ടി, അവൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് നമ്മുടെ കാതുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നമ്മളെ എല്ലാവരും ബലപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഈ നാളുകളിൽ നമ്മളൊരു നേരം പോക്കിനല്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടതിന് മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് നീ ചെല്ലുന്നതെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇന്നും നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും എനിക്ക് എൻ്റെ യേശുവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ, ഞാൻ അവനെ ജാഗ്രതയോടെ അന്വേഷിച്ച ദൈവം ഇവിടെ പറയാം, എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ നാളുകളിൽ നമുക്ക് നമ്മളെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഒന്ന് ദൈവസന്നിധിയിൽ പുതുക്കാം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിനെ അന്വേഷിക്കുന്ന പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പലതിനെ നമ്മൾ അന്വേഷിച്ചു പോകുന്നതെല്ലാം വ്യർത്ഥമാണ്. ഹല്ലേലൂയ, വെള്ളത്തിൽ വരച്ച വര പോലെ അതെല്ലാം മാഞ്ഞു പോകുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ സന്തോഷിക്കട്ടെ. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. കർത്താവെ, ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും നമുക്ക് ഏർപ്പെടുമ്പോൾ എല്ലാം സന്തോഷകരമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഇപ്പോൾ കൂടുതലും പ്രഭാതത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന ചിലപ്പോൾ നമ്മുടെ മൊബൈലുകളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ ഇന്നലത്തേൻ്റെ ബാക്കി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇഴകി ചെല്ലുന്നതിന് മുൻപ് ദൈവത്തിലെ ആശ്രയിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന പൈതങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റുമാറാകട്ടെ. ഇപ്പം ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമ്മളെ ഓരോരുത്തരും, എന്നെ നിങ്ങളെ ഓരോരുത്തരും ദൈവകരങ്ങളിൽ നമുക്ക് സമ്പൂർണ്ണ ഏൽപ്പിക്കാം. ഇന്നോട്ടൊരു തീരുമാനമെടുത്ത് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവനെ ആരാധിക്കണം, ബൈബിൾ വായിക്കണം, പഠിക്കണം, അല്ലേ? ഓരോ കാര്യങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ കണ്ടെത്തുന്നവൻ എന്ത് ചെയ്യും? ജീവനെ കണ്ടെത്തുവാണ്, അവന് സന്തോഷം പ്രാപിക്കുവാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.